ചില പേരുകൾ കാലത്തിന്റെ ഭിത്തിയിൽ മായാതെ കിടക്കും. ഇരുട്ടിന്റെയും ഭയത്തിന്റെയും പേരുകൾ. 1980കളുടെ മധ്യത്തിൽ കേരളം ഒരു പേര് കേട്ട് വിറങ്ങലിച്ചു നിന്നു. പേര് റിപ്പർ ചന്ദ്രൻ. ശാന്തമായ കേരള ഗ്രാമങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു കൊലപാതക പരമ്പരയുടെ കഥയാണിത്. ഒരു ചുറ്റികയും കൊള്ളയടിക്കാനുള്ള അത്യാഗ്രഹവും മനുഷ്യജീവനോടുള്ള നിസ്സംഗതയും ചേർന്ന് രൂപം നൽകിയ ക്രൂരതയുടെ മുഖം. റിപ്പർ ചന്ദ്രന്റെ ജീവിതകഥയുടെ ആ ഇരുണ്ട പേജുകൾക്കിടയിൽ ഒരിടത്ത് ഒരു പ്രകാശരേഖയുണ്ട്. ഒരു കൊലയാളി ഒരാളുടെ ജീവനെടുത്തപ്പോൾ മറ്റൊരാളുടെ ജീവിതം തിരികെ നൽകി. ആ കഥ പറഞ്ഞത് തലശ്ശേരിക്കാരനായ ഈശ്വരൻ നമ്പൂതിരിയാണ്. കണ്ണൂർ ആകാശവാണിയിലെ ഓർമ്മയിലെ ഒരു ഗാനം എന്ന പരിപാടിയിൽ അദ്ദേഹം ഓർമ്മിക്കുന്നു, 1978 തന്റെ ചേച്ചിയെ കാസർകോട്ടേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചു. വളരെ പാവപ്പെട്ട വീട്ടുകാർ. ഓലപ്പുരയിലായിരുന്നു ജീവിതം. പക്ഷേ ആ ബന്ധം നിലനിന്നത് വെറും 3 ആഴ്ച മാത്രമാണ്. പെണ്ണിനെ കല്യാണം കഴിച്ച ബാലകൃഷ്ണൻ സുന്ദരനും ഭക്തനുമായിരുന്നെങ്കിലും മനസ്സിലൊരു രോഗം ഒളിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില പൂർണ്ണമായും തൃപ്തികരമായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് അത് മറച്ചുവെച്ചായിരുന്നു അവരുടെ വിവാഹം. ആങ്ങള പെങ്ങളുടെ സുഖവിവരം അറിയാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഭ്രാന്തിന്റെ പിടിയിൽ വിറങ്ങിലിച്ച ഭർത്താവിനെ ഒരു നിമിഷം പോലും ഞാൻ പിന്നെ മടിച്ചില്ല. പെങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അതോടുകൂടി ആ ബന്ധം അവസാനിച്ചെങ്കിലും പിന്നീടാണ് കഥയിലെ ട്വിസ്റ്റ്. ഇതേ സമയത്താണ് വടക്കൻ കേരളം ഭീതിയിലായിരുന്ന സമയം. ഒരുപാട് ഗ്രാമങ്ങളിൽ നിശബ്ദമായ ഒരു മരണദൂതൻ എത്തിച്ചേരുകയായിരുന്നു. ഒരാൾ ഉറങ്ങുമ്പോൾ ഇരുട്ടിന്റെ മറവിലെത്തി റിപ്പർ ആയുധം കൊണ്ട് ഒരടിയിലൂടെ ജീവിതം മായ്ക്കുന്ന കൊലപാതകങ്ങൾ. അത്തരം രാത്രികളിലൊന്നിൽ അവൻ എത്തിച്ചേർന്നത് ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു. അവിടെ അന്ന് ഉറങ്ങിയിരുന്നത് ബാലകൃഷ്ണനും അമ്മയും ബാലകൃഷ്ണന്റെ പെങ്ങളും അമ്മാവനായ പൊളിജിത്താത്തയും. അന്ധകാരം കീറിയെത്തിയ ചന്ദ്രൻ ഒരൊറ്റ അടിയിലൂടെ 3 പേരുടെ ജീവിതം അവസാനിപ്പിച്ചു. പക്ഷേ ബാലകൃഷ്ണന്റെ തലയിൽ അടിയേറ്റിരുന്നെങ്കിലും ജീവൻ പോയില്ല. അദ്ദേഹം പിന്നീടാണ് ആ കഥ വിവരിക്കുന്നത്. ഒരു വലിയ അത്ഭുതത്തിന്റെ കഥ. ആ അടിയിൽ കൊലപാതകത്തിന്റെ പരമ്പര തന്നെ നടത്തിയ ചന്ദ്രന്റെ കയ്യിലോ അതോ ബാലകൃഷ്ണന്റെ ജീവിതത്തിലോ ആ നിമിഷം ദൈവം തൊട്ടുകാണും. ബാലകൃഷ്ണന്റെ ഭ്രാന്ത് മാറി. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റാണ്. ഈ കഥ നെറേറ്റ് ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് അങ്ങനെയെങ്കിലും റിപ്പർ ചന്ദ്രനെ കൊണ്ട് ഒരു നന്മ ചെയ്തു എന്ന് പറയാൻ എനിക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട്. റിപ്പർ ചന്ദ്രൻ തന്റെ ആയുധങ്ങൾ കൊണ്ട് പല ജീവൻ അവസാനിപ്പിച്ചെങ്കിലും അന്ന് രാത്രി ആ ആയുധം ഒരാളുടെ മനസ്സിൽ നിന്ന് ഒരു ഇരുട്ട് നീക്കി. ചന്ദ്രൻ കൊന്നു തള്ളിയപ്പോൾ ദൈവം ഒരാളെ വീണ്ടും ജീവിക്കാൻ അനുവദിച്ചു. രസകരമായ ഒരു വാർത്തയാണല്ലോ അല്ലെ? വർഷങ്ങൾക്കിപ്പുറം ബാലകൃഷ്ണൻ വീണ്ടും വിവാഹിതനായി. ഇന്ന് പെരുമ്പാവൂരിൽ ഭാര്യയും 3 മക്കളുമായി സുഖമായി ജീവിക്കുന്നു. ഈശ്വരൻ നമ്പൂതിരിയുടെ ചേച്ചിയും മറ്റു വിവാഹം കഴിച്ച് ജീവിതം പുനർനിർമ്മിച്ചു. എന്തായിരുന്നു റിപ്പർ ചന്ദ്രൻ? ക്രൂരവും ലളിതവുമായിരുന്നു രാത്രിയുടെ മറവിൽ അദ്ദേഹം ചെയ്തിരുന്ന കാര്യം. ഒറ്റപ്പെട്ട വീടുകളിൽ അതിക്രമിച്ചു കയറുക, വീടിന്റെ ഉടമസ്ഥനെയും ഒരു ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുക. കൊലപാതകങ്ങൾ കൂടുതലായും കാസർഗോഡ്, തലശ്ശേരി, കണ്ണൂർ മേഖലകളിലും ഉണ്ടായിരുന്നു. ഇത്രയധികം മരണങ്ങൾ ഉണ്ടായിട്ടും ഈ കൊലയാളി പിടിക്കാൻ പോലീസ് പലയിടത്തും വല വിരിച്ചെങ്കിലും കിട്ടിയില്ല. ഒരു തുമ്പും അവശേഷിക്കാതെയായിരുന്നു റിപ്പർ ചന്ദ്രന്റെ യാത്ര. ഇദ്ദേഹത്തിന്റെ പോലെയുള്ള ഒരാൾ ലണ്ടനിൽ ജാക്ക് ദി റിപ്പർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ സാമ്യപ്പെടുത്തിയിട്ടാണ് ചന്ദ്രനെ റിപ്പർ ചന്ദ്രൻ എന്ന് പോലീസും ജനങ്ങളും വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് റിപ്പർ ചന്ദ്രന്റെ കഥ ലോകമറിയുന്നത്. ഇതൊരു ഭയത്തിന്റെ കഥയല്ല, മനുഷ്യ മനസ്സിന്റെ വിചിത്രമായ ഒരു കഥയാണ്. കൊലപാതകി ഒരാൾക്ക് ജീവൻ കൊടുത്തു. ഒരാളുടെ ഇരുട്ട് മറ്റൊരാളുടെ വെളിച്ചമായി മാറുന്നു. ചില കഥകൾ നമുക്ക് ഭയമുണർത്തും, ചിലത് അത്ഭുതവും നൽകും, ചിലത് മനുഷ്യ ജീവിതത്തിന്റെ ആ വിചിത്രമായ ഇരട്ട മുഖങ്ങൾ കാണിച്ചു തരികയും ചെയ്യും. ഇതായിരുന്നു റിപ്പർ ചന്ദ്രൻ. മരണത്തിന്റെ ദടിയിൽ ഒരു ദൈവസ്പർശമായി നിന്നത്. റിപ്പർ ചന്ദ്രന്റെ മരണം 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. റിപ്പർ ചന്ദ്രൻ മരണക്കയറിലേക്ക് നീങ്ങുമ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ അവസാനത്തെ ചോദ്യം, നിനക്ക് അവസാനമായി എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ചന്ദ്രൻ ആദ്യം ഒന്ന് തലയാട്ടിക്കൊണ്ട് അദ്ദേഹം അവസാനമായി ചോദിച്ചത് ഒരു ഗ്ലാസ് ചായയാണ്. ആ ചായ അദ്ദേഹം മുഴുവനായി കുടിച്ചില്ല എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ആ കൊലക്കയറിലേക്ക് കയറുമ്പോൾ ഞാൻ തയ്യാറാണ്. അതായിരുന്നു റിപ്പർ ചന്ദ്രന്റെ അവസാന വാക്ക്.